അപ്പോൾ നമുക്കിന്നേ ഒരു തൊപ്പി ഉണ്ടാക്കിയാലോ? അതും ചാച്ചാജിയുടെ തൊപ്പി. നാളെ ശിശുദിനമല്ലേ, കുഞ്ഞു മക്കൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വെട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ന്യൂസ് പേപ്പറിൽ ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം എടുക്കുക. ഇത് എൻ്റെ മോൻ്റെ തലയുടെ അളവിന് ഞാൻ എടുത്തതാണ്. പേപ്പർ എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കി അതിന് ചെറുതായിട്ട് ഒരു പോർഷൻ കൂടെ ഇതുപോലെ മടക്കി എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് പോർഷനില്ലേ, ഫസ്റ്റ് പേപ്പർ മാത്രം, ഒരു പേപ്പർ മാത്രം എടുത്ത് തിരിച്ച് മടക്കുക. ഇപ്പുറത്തെ സൈഡ് പേപ്പറും എടുത്ത് തിരിച്ച് മടക്കുക. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് ഫയറിനൊക്കെ പണ്ട് നമ്മൾ മടക്കത്തില്ലേ, അതുപോലെ. അതിനുശേഷം തിരിച്ച് മടക്കിയതിന് ശേഷം അതിൻ്റെ മേൽഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 ഭാഗം നമുക്ക് കിട്ടുകയും ഇതുപോലത്തെ 4 ഭാഗം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ സൈഡിലോട്ട് മടക്കി 4 ഭാഗത്തോട്ടും ഇട്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. 4 പേപ്പറും ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ ഈ വീഡിയോ ഒന്നും മനസ്സിലാവത്തില്ല. ഒന്ന് ന്യൂസ് പേപ്പറിൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചാർട്ട് പേപ്പർ മുറിച്ച് ചെയ്യാവൂ. അപ്പോൾ 4 ഭാഗവും ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ കിട്ടും നമുക്ക്. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പർ മാത്രം എടുത്തിട്ട് ഒരു അളവ് നോക്കുക. അളവ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അളവ് നോക്കിയാൽ മാത്രം മതി. ഒരല്പം ഭാഗം മടക്കിയിട്ട് 2 സൈഡിലുള്ള എഡ്ജിൽ കൊണ്ട് എത്തിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി ഒരു പേപ്പർ മാത്രം എടുത്തിട്ടാണേ മേളിൽ ഇതുപോലെ എഡ്ജിൽ കൊണ്ടെത്തുക. അതിനുശേഷം ഇപ്പുറത്തെ പേപ്പർ എടുത്ത് ഒന്ന് മടക്കി നോക്കുക, പ്രസ് ചെയ്ത് ഒന്ന് മടക്കി മാത്രം നോക്കുക. മെഷീൻ നോക്കിയിട്ട് ഒരു ചെറിയ മടക്ക് അതിനും കൊടുക്കുക. അതിനുശേഷം അത് തുറന്നിട്ട് ഈ കാണുന്ന പോലെ മടക്കിയിട്ട് ഒന്ന് തുറക്കണേ. തുറന്നതിന് ശേഷം ഒരു ഭാഗം മാത്രമേ തുറക്കാവൂ. രണ്ടാമത് മടക്കിയ ഭാഗം മാത്രം തുറന്നതിന് ശേഷം ഇപ്പുറത്തെ സൈഡും രണ്ട് സൈഡും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ 2 സൈഡും മടക്കിയതിന് ശേഷം രണ്ടാമത്തെ പേപ്പറിൻ്റെ അവസാന ഭാഗത്തിൽ ആ തുമ്പെടുത്ത് നമ്മൾ ആ കട്ടിയുള്ള ഭാഗത്തിൽ മടക്കിയപ്പോൾ കിട്ടിയില്ല, ആ കട്ടിയുള്ള ഭാഗത്തേക്ക് ഈ ചെറിയ കുഞ്ഞ് പേപ്പർ അത് മടക്കി തിരികെ അതിനകത്തോട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഫിറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഈ മടക്കിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കട്ടിയുള്ള 2 ഭാഗത്തും ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്താൽ മതിയേ. കുഞ്ഞു മക്കളുടെ കാര്യമായതുകൊണ്ട് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ നല്ല ഫിറ്റായിട്ട് ഇരുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 2 മക്കളും എൻ്റെ കൂടെ ഇല്ലാത്തത് കാരണം തൊപ്പി തൽക്കാലം ഈ പാവക്കുട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. പാവക്കുട്ടിയുടെ കോലം വളരെ മോശമാണെന്നറിയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.